ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് നാളത്തെ എക്സാമിനുള്ളത്. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിച്ചിരുത. നിങ്ങളുടെ സ്ഥാനത്ത് ഇമാജിൻ യു ആർ കുഞ്ഞിച്ചിരുത, നിങ്ങളാണ് കുഞ്ഞിച്ചിരുത എങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു എന്തെഴുതാൻ വിൻ്റർ ഡേയ്സിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഡേറ്റ് ഫ്രൈഡേ 21 ഏപ്രിൽ എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്തോളൂ, കൊടുത്തോളൂ. ഇനി ഒന്ന് വായിക്കാം. The short winter days in New Jersey are so strange by 5 p.m. It's already dark. At first, I felt lonely in the cold weather. I miss my Kerala warm evening. Meeting Prakash at the confectionery change evening. He pronounced my name perfectly. His kind smile reminded me of the uncle in Kerala. Prakash uncle is very affectionate and loving. It is really exciting experience for me. ഈ കഥ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞിച്ചിരുത പാടാണ്. അതായത് ന്യൂജേഴ്സിയിലുള്ള കുഞ്ഞിച്ചിരുതയുടെ വിൻ്റർ എക്സ്പീരിയൻസ്. അവളുടെ സ്ട്രേഞ്ച് ആയിട്ട് ഒരു 5 മണിയാകുമ്പോൾ തന്നെ, വൈകുന്നേരം 5 മണിയാകുമ്പോൾ തന്നെ വിൻ്റർ സീസൺ എന്ത് ചെയ്തിട്ടുണ്ടായി, ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്തൊക്കെ ഇറ്റ്സ് ഓൾറെഡി ഡാർക്ക്, വളരെ ഡാർക്കായിരിക്കും നമ്മുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ. അറ്റ് ഫസ്റ്റ് ആദ്യമൊക്കെ അവൾക്ക് ഭയങ്കരമായിട്ട് കോൾഡ് വെതർ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ആ സമയത്ത് ഒറ്റയ്ക്കായി പോലെ തോന്നും, ലോൺലി. ഐ മിസ്. അത് മാത്രമല്ല കുഞ്ഞിച്ചിരുത എന്ത് ചെയ്യാണ്, അവളെ കേരളത്തെ ഈവനിങ് ടൈംസ് ഒക്കെ അവൾ വളരെയധികം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവളെ പ്രകാശിനെ മീറ്റ് ചെയ്തപ്പോഴാണ് വളരെയധികം മാറ്റങ്ങൾ വൈകുന്നേരം വന്നു തുടങ്ങിയത് അവൾക്ക്. പ്രൊണൗൺസ് മൈ നെയിം പെർഫെക്റ്റ്ലി. ഹിസ് കൈൻഡ് സ്മൈൽ റിമൈൻഡഡ് മീ ഇൻ ദ അങ്കിൾ ഇൻ ദ കേരള. പ്രകാശങ്ങളെ മീറ്റ് ചെയ്തതിന് ശേഷം അവൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു. പിന്നെ ആ പ്രകാശങ്ങളാണ് അവളുടെ വീട്ടിലത്തെ ആൾക്കാരെ പോലെ. അവളുടെ പേര് കറക്റ്റായിട്ട് പറഞ്ഞൊരു വ്യക്തി മാത്രം ആരാണ്, പ്രകാശങ്ങൾ മാത്രമായിരുന്നു. ഈ ഡയറി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇത് വളരെയധികം ചാൻസ് വരുന്ന ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് രണ്ടാം ചോദ്യത്തിലേക്ക് കടക്കാം. ക്യാരക്ടർ സ്കെച്ച് ഓഫ് വില്യം. കഥ ഓർമ്മ ഉണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഒരു ഗ്രാമത്തിൽ, വില്യമിൻ്റെ ഗ്രാമത്തിൽ എന്തില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവ എന്ത് ചെയ്യാണ്, പഠിച്ചിട്ട് അവിടെ ഗ്രാമത്തിലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വിൻഡ് മില്ലൊക്കെ ഉണ്ടാക്കുന്നൊരു കഥ ഓർമ്മ ഉണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം വില്യം കോങ്കോബയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. William Concoba is a determined and intelligent boy from the small village in Malawi, ആഫ്രിക്കയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന ഡിറ്റർമൈൻഡ് ഇൻ്റലിജൻറ്റും ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ആര്, വില്യം കോങ്കോബ. ബോൺ ഇൻ ടു എ സ്മോൾ ഫാമിലി, അതായത് ചെറിയൊരു ഫാമിലി, ഒരു ഫാർമർ ഫാമിലി ആയിരുന്നു ആര് ജനിച്ചത്, വില്യം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഹി ഫേസ്ഡ് മെനി ഹാർഡ്ഷിപ്പ് എസ്പെഷ്യലി ഡ്യൂറിങ് ദ സിവിയർ ഡ്രോട്ട് ദാറ്റ് ലെഫ്റ്റ് ഹിസ് വില്ലേജ് വിത്തൗട്ട് ഫുഡ് ആൻഡ് വാട്ടർ. വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു കുട്ടി കൂടിയായിരുന്നു ആര്, വില്യം. ഈ സമയങ്ങളിൽ ഡ്രോട്ട്, അതായത് ഈ ഡ്രോട്ട് വരുന്ന സമയത്തൊക്കെ, സിവിയർ ആയിട്ട് വരുന്ന സമയത്ത് വില്ലേജിൽ ഫുഡും വാട്ടറും ഇല്ലാത്ത അവസ്ഥയിലടക്കം ജീവിച്ചിട്ടുള്ള കുട്ടിയായിരുന്നു അല്ലേ ആര്, വില്യം. ഹി സ്പെൻഡ് ടൈം ഇൻ ലൈബ്രറി ആൻഡ് ബിൽഡ് എ വിൻഡ് മിൽ ഫോർ വില്ലേജേഴ്സ്. അവൻ എന്ത് ചെയ്യാണ്, ലൈബ്രറിയിലിരുന്ന് പഠിച്ച് വിൻഡ് മില്ല് ഉണ്ടാക്കിയിട്ട് അവരുടെ നാട്ടിലെ ആൾക്കാർക്ക് അവൻ കൊടുക്കുകയാണ്, ആര്, വില്യം നൽകുകയാണ് ചെയ്യുന്നത്. ഇനി ദ വിൻഡ് മിൽ ഹെൽപ്ഡ് ദെയർ വില്ലേജേഴ്സ്. ആ വിൻഡ് മിൽ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഗ്രാമത്തിലെ എല്ലാവർക്കും വളരെയധികം അത് എന്തായി മാറുകയാണ്, ഹെൽപ്പായിട്ട് മാറുകയാണ്. ഹീ ഈസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ക്രിയേറ്റീവ്. അവൻ എന്താണ്, വളരെയധികം ഹാർഡ് വർക്കിങ്ങും ഒപ്പം ക്രിയേറ്റീവുമാണ്. ഹി ബിലീവ്ഡ് ഇൻ ഹിംസെൽഫ് ഈവൻ വെൻ അതേഴ്സ് ലോഫ്ഡ് അറ്റ് ഹിം. ഹി ബിലീവ്ഡ് ഇൻ ഹിംസെൽഫ് ഈവൻ വെൻ അതേഴ്സ് ലോഫ്ഡ് അറ്റ് ഹിം. മറ്റുള്ളവർ അവനെ നോക്കി കളിയാക്കുമ്പോൾ അവന് എന്തുണ്ടായിരുന്നു, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ വളരെയധികം സെൻറ്റൻസ് ചുരുക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയിട്ട് പഠിക്കുക. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മറ്റൊരു ചോദ്യമാണ് റിപ്പോർട്ടിംഗ്. അതെന്താണ്, നമ്മൾ ന്യൂസ് ചാനലൊക്കെ റിപ്പോർട്ടിംഗ് കണ്ടിട്ടുണ്ടാവും അല്ലേ, എത്ര ചാനലുകളിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു റിപ്പോർട്ടിംഗ്, അതായത് ഒരു സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളത്തെ എന്താണ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ന്യൂസിലൊക്കെ പറയില്ലേ അതുപോലെ. അപ്പോൾ അത് ഞാൻ വായിക്കാം. ഗുഡ് മോർണിംഗ്.
This is Kiran and Veda reporting live from exciting Independence Day celebration in our school. എന്താ പറയുന്നത്? കിരണും വേദയാണ് എവിടെ നിന്നാണ് നമ്മുടെ സ്കൂളിലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ എന്ത് ചെയ്യാണ്, റിപ്പോർട്ട് ചെയ്യാണ്. All we ഉണ്ട്. All we all know today is August 15, the day that our country got freedom. ഇവിടെ എന്തുണ്ട്? ഓൾ എന്നുണ്ട്. ഫ്രീഡം. ദ ഇവന്റ് ഫ്ലാഗ് ഹോസ്റ്റിംഗ് അവർ ഹെഡ് മാസ്റ്റർ മിസ്റ്റർ അജിത്. ഈ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ്, ഓഗസ്റ്റ് 15 തീയതിയാണ് നമുക്ക് നമ്മുടെ കൺട്രിക്ക് ഫ്രീഡം കിട്ടിയിട്ടുള്ളത്. ദ ഇവന്റ് ഫ്ലാഗ് ഹോസ്റ്റിംഗ് അവർ ഹെഡ് മാസ്റ്റർ മിസ്റ്റർ അജിത്. ഈ ഫ്ലാഗ് ഓഫ് നമ്മുടെ ഫ്ലാഗ് എന്ത് ചെയ്ത് ഹോസ്റ്റ് ചെയ്ത് ആരാണ്? മിസ്റ്റർ അജിത്ത്, അതായത് ഹെഡ് മാസ്റ്റർ ആണ്. ടീച്ചേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ് ടു ദ ചിൽഡ്രൻ. ടീച്ചേഴ്സ് കുട്ടികൾക്ക് എന്ത് നൽകി? സ്വീറ്റ്സ് പ്രൊവൈഡ് ചെയ്തു. ചിൽഡ്രൻ ആർ പാർട്ടിസിപ്പേറ്റ് ഇൻ മെനി പ്രോഗ്രാംസ് ലൈക്ക് ഡാൻസ്, ക്യൂസ്, പാട്രിയോട്ടിക് സോങ്, അതായത് ദേശഭക്തി ഗാനം. പിന്നെ കുട്ടികൾ വളരെയേറെ ആക്റ്റീവായിട്ട് പല പരിപാടികളിലും പങ്കെടുത്തു. പ്രോഗ്രാംസ് ആർ ഓൺ ഗോയിങ് ഇൻ അവർ സ്കൂൾ. പ്രോഗ്രാമുകൾ ഇപ്പോഴും സ്കൂൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ ഫ്രം ഹി. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് വേദ സൈനിങ് ഓഫ്. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണത്? ഈ ഒരു റിപ്പോർട്ടിങ് അവസാനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി അടുത്ത ചോദ്യം, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ചിബി. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചിബി വാസ് എ സ്മോൾ ആൻഡ് ഷൈ ബോയ് ഹൂ ലീവ്ഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദി മൗണ്ടൻ. മൗണ്ടൈൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു സ്മോൾ ഷൈ ആയിട്ടുള്ള ബോയാണ് ചിബി. ഹി വാസ് ക്വയറ്റ് ആൻഡ് കൈൻഡ് ഹാർട്ടഡ് ആൻഡ് ഒബ്സർവിങ് തിങ്സ് അറൗണ്ട് നേച്ചർ. ചിബി എന്ന് പറഞ്ഞാൽ ക്വയറ്റ് ആയിട്ടുള്ള, കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള, അത് മാത്രമല്ല നേച്ചർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഹീ ഈസ് നോളജബിൾ അബൌട്ട് പ്ലാന്റ്സ്, ഫ്ലവേഴ്സ് ആൻഡ് എനിമൽസ് ആൻഡ് കുഡ് ഡ്രോ വെൽ. അതായത് നന്നായിട്ട് അറിവുണ്ട് ഇതിലൊക്കെ പറ്റിയിട്ട്. പ്ലാന്റ്സ്, എനിമൽസ്, ഫ്ലവേഴ്സ്, അത് മാത്രം നന്നായിട്ട് വരയ്ക്കും. ചിബി വാസ് എ ടാലന്റഡ് ബോയ്. നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്. അറ്റ് ദ സ്കൂൾ ടാലന്റ് ഷോ ഹി അമേസ്ഡ് എവരി വൺ വിത്ത് ഹിസ് ക്രൗ സൗണ്ട്. സ്കൂളിൽ ടാലന്റ് ഷോയ്ക്ക് കാക്കയുടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവരും വളരെയധികം എന്ത് ചെയ്ത് അമേസ് ചെയ്യിപ്പിച്ചു. ഹിസ് ടീച്ചർ മിസ്റ്റർ ഐസോബ് എൻകറേജ് ആൻഡ് സപ്പോർട്ട് ഹിം. മിസ്റ്റർ ഐസോബ്, ആരുടെ? ടീച്ചർ ഐസോബാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തും എൻകറേജ് ചെയ്യുകയും ചെയ്തത്. ഇനി നമുക്ക് ഒരു ക്യാരക്ടർ സ്കെച്ചും കൂടി ഉണ്ട്. ആരുടെ? കുഞ്ഞിച്ചിരുതയുടെ. ഒരു ക്യാരക്ടർ സ്കെച്ചും കൂടി ഉണ്ട് കുഞ്ഞിച്ചിരുതയുടെ. കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് ആൻഡ് കെയറിങ് പേഴ്സൺ ഹൂ ഈസ് ഓൾവേസ് ഹെൽപ്ഡ് അതേഴ്സ്. കൈൻഡും കെയറിങ്ങും ആണ് കുഞ്ഞിച്ചിരുത. അപ്പം മറ്റുള്ളവരെ എന്ത് ചെയ്യും? വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഹീസ് വെരി ടാലന്റഡ് ആൻഡ് ക്യൂരിയസ് ആൻഡ് ഓൾവേസ് ലുക്കിംഗ് ടു ലേൺ ആൻഡ് എക്സ്പ്ലോർ ന്യൂ തിങ്സ്. വളരെ ഇൻ്റലിജൻ്റ് ആണ്, അതുപോലെ തന്നെ ക്യൂരിയസ് ആണ്. അത് മാത്രമല്ല പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാൻ ഇടപെടുന്ന കുട്ടിയാണ്. ഹെർ ക്രിയേറ്റീവ് തിങ്കിങ് ബ്രിങ് ന്യൂ ഐഡിയ ആൻഡ് സൊല്യൂഷൻ. അവളെ ക്രിയേറ്റീവായിട്ട് തിങ്കിങ് നമുക്ക് പുതിയ ഐഡിയാസും സൊല്യൂഷൻസും തരും. കുഞ്ഞിച്ചിരുത ഈസ് ഹാപ്പി ആൻഡ് പോസിറ്റീവ് പേഴ്സൺ ഹു സ്പ്രെഡ് അറൗണ്ട് ഹെർ. കുഞ്ഞിച്ചിരുത എപ്പോഴും സന്തോഷവും ഒരു പോസിറ്റീവും കൊടുക്കും അവിടെ ചുറ്റുമുള്ള എല്ലാ ആളുകൾക്കും. ഇതാണ് ഞാൻ 6ാം ക്ലാസ്സിലുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം തന്നെ എഴുതിയിട്ട് പഠിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. നിങ്ങൾ പഠിക്കാൻ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.